നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാമോ? നിന്നാൽ നിങ്ങളുടെ പ്രമോഷന്റെ കാര്യമൊക്കെ നിസ്സാരമായി നടത്താം. ആരോപണ വിധേയമായി പുള്ളി പുറത്തു പോയാൽ ഷംസുദ്ദീന്റെ കേസ് നിയമസഭയിൽ ഞാൻ അവതരിപ്പിച്ച് തീർത്തോളാം. അറിയാലോ, CM-ന് വേണ്ടപ്പെട്ട ആളാ. അത് പേടിക്കണ്ട മാഡം. ഇന്ന് CM-നേക്കാൾ പവറുള്ള കേരളത്തിലെ ഭരണത്തെ നിയന്ത്രിക്കുന്ന അൾട്ടിമേറ്റ് പവർ ഉണ്ടല്ലോ, സാമുദായിക നേതാക്കന്മാർ. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തി അബ്കാരി സാമുദായിക നേതാക്കൾ. മലയക്കുന്നേക്കാർക്കും വലിയ അകലമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. പാറമേൽ വക്കച്ചന്റെ കാര്യമാണോ പറയുന്നത്? അതെ, പുള്ളിക്കാരനെ കയ്യിലെടുക്കാൻ കഴിയുമോ മാഡത്തിന്? ആ, എങ്കിൽ പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഒരു നല്ല അവസരത്തിന് വേണ്ടി കാത്തിരിക്കും. ഏറ്റവും നല്ലത് വ്യഭിചാരക്കുറ്റം തന്നെയാ. എത്ര പിള്ളേര് പോയിട്ടുണ്ട്? 5-6 പോയി. സഹിക്കാൻ വയ്യ കാഴ്ച. സ്കൂൾ കുട്ടികൾ തന്നെയാണ്. ആ, സ്കൂൾ വാന്റെ ഡ്രൈവറും പോയി. സ്കൂൾ വാന്റെ വലതു ഭാഗത്ത് ട്രാൻസ്പോർട്ട് ബസ് വന്നിടിക്കുകയായിരുന്നു. ആ ഭാഗം മൊത്തം അങ്ങ് പോയി. പെറ്റതള്ള ഇതെങ്ങനെ സഹിക്കും? ഹലോ ക്ലാരേ, ആ പറ. വന്നേ. ആ, നീ ആ കഥ കടച്ചായിരുന്ന? അയ്യോ, പോയി അടച്ചേച്ചുമ്മാ. ഇങ്ങോട്ടങ്ങനെ ഇറങ്ങി വന്നാ പോ. എന്നതാണ് പെട്ടിക്ക് ഇത്ര കനം? നല്ല ഒന്നാം തരം തടി കൊണ്ട് പണിതതാണ്, കനം കാണും. ഓ, വേഗം കുടിച്ചിട്ട് വരണേ. സുനി, വണ്ടി അങ്ങോട്ട് കുടിക്കുക. എനിക്കൊരു സോഡ നാരങ്ങ വേണം. ആ,
കുറച്ചുകൂടി വിടന്ന മുട്ടുണ്ടോ? മെത്തയിലിടാനാണേ. മണമുള്ളത് തന്നെ ആയിക്കോട്ടെ. ഫസ്റ്റ് നൈറ്റാ. എന്റെ കാരണവരെ പിള്ളേർ ഈ സിനിമയും സീരിയലൊക്കെ കണ്ടിട്ട് ചുമ്മാ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ഓറഞ്ചുണ്ട്, മുന്തിരിയുണ്ട്, മാതള നാരങ്ങയുണ്ട്. തലകയിൽ വയ്ക്കാനാ. ഓ, ഇയാളിന്ന് അമ്പ് പെരുന്നാളാക്കുന്ന തോന്നുന്നു. മുതലാളി, നമ്മളോട് ക്ഷമിക്കണം മുതലാളി. എന്നതാ മേരി? അവള് ആ കുട്ടി പിശാച് അതെങ്ങട്ടാ ചാടിപ്പോയി മേരി, നീ എന്നതായി പറയുന്നേ? മുതലാളി. വിരിഞ്ഞിട്ടില്ല. രാത്രിയാവുമ്പം വിരിയുമായിരിക്കും. അജി, വണ്ടി അപ്പുറത്തെ കടയിലൊന്ന് നിർത്തണേ. അങ്ങോട്ട് കയറോ. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അയാളുടെ ഒരു എടോ, അവൾ അവിടുന്ന് മുങ്ങിന്ന്. ആര്? ആ റഷ്യക്കാരി മുങ്ങിയ പിന്നെ അവൾ എവിടെ വണ്ടി വിടോ. ശവപ്പെട്ടിയിലിട്ടാ ശ്വാസം മുട്ടില്ലേ? ചത്തുപോയില്ലേ ചേച്ചി? ഉണ്ടായിരിക്കടി. എന്തായാലും കുഞ്ഞ് ഇവിടെ തന്നെ വന്നല്ലോ. ഏത് മുജ്ജന്മ ബന്ധമാണെന്നറിയില്ല. ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അലോന കുഞ്ഞെ, അന്നത്തെ പോലെ കപ്പ പുഴുങ്ങി തരട്ടെ? ആലോന കുഞ്ഞോ, ഉണ്ടായിരിക്കടി. ഒരു വേലിക്കമ്പ് പോലും അറിഞ്ഞേക്കരുത് കുഞ്ഞ് ഇവിടെ ഉള്ള കാര്യം. ശ്രീകല ചാച്ചി, ആരും പറഞ്ഞില്ലെങ്കിലും എന്റെ ഗ്രാൻഡ് ഫാദർ ഗസ് ചെയ്യും ഞാനിവിടെ ഉണ്ടെന്ന്. അതെങ്ങനെ? എനിക്കിപ്പോ എല്ലാം വ്യക്തമാകുന്നു ചേച്ചി. ചേതുഷ്കയല്ല, സക്കായി മാപ്പിളയാണ് അയാൾ. ഒരാളെല്ലാം പറഞ്ഞു തരുന്നുണ്ട് എന്റെ വഴികളിൽ. ആരുമില്ലേ ഇവിടെ? ഇങ്ങ് വരാം. ആ, നമസ്കാരം മുതലാളി. ഇതാ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇരുന്നാട്ടെ. എന്നതാടോ പതിവില്ലാത്തൊരു സൽക്കാരം? ഇതിനു മുമ്പ് ഈ കസേര ഇവിടെ ഇല്ലായിരുന്നു. അതല്ല മുതലാളി, തുരുമ്പ് പിടിച്ച് കിടക്കായിരുന്നു. ഇതാ ഇപ്പോഴാ ഒന്ന് ശരിയാക്കി എടുത്തത്. ആ, ഇരുന്നാട്ടെ. ഞങ്ങളുടെ കൊച്ചുമോളെ ഇങ്ങോട്ട് വന്നോളൂ. തനിക്ക് ഇത് തന്നെയാന്നോടോ ചിന്ത? എടോ, ഞങ്ങൾ ചുമ്മാ ഒന്നും കൂടെ ഇറങ്ങിയതാ. എന്റെ തടിമില്ല പണിക്കാർക്ക് എനിക്ക് സഹോദരങ്ങളെ പോലെ അല്ലയോ? ഇല്ലയോടെ വത്തിക്കാനെ ഉള്ളതാ. ആ, അപ്പോ അവരുടെ ജീവിത പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടായോ? അയ്യോ മുതലാളി, ഓ അകത്തൊക്കെ അപ്പടി അഴുക്കും പൊടിയാ മുതലാളി. ഇതാ ഇങ്ങോട്ടിരിക്കാം മുതലാളി. ഓ, അതൊന്നും സാരമില്ലെന്നേ. ഓ, ഇതൊക്കെ പൊളിഞ്ഞു വീഴാറായല്ലോ. ഓ, എല്ലാം ഒന്ന് നന്നാക്കി എടുക്കണ്ടായോ? വേണം മുതലാളി. ചൂടുകാലമാ, നന്നായിട്ട് എണ്ണ തേച്ച് തന്നെ കുളിക്കണം. ഇവിടെ സൗകര്യങ്ങളൊക്കെ തീരെ കുറവാന്നല്ലയോ? ആ, ശരിയാക്കാം. തന്റെ മൂത്ത മോളോടോ ആ പഠിത്തക്കാരി ഇവിടെ ഇല്ലയോ? അവള് ആ, ആ. ആരുടെ കുളിമുറിയില്? അത് മുതലാളി
എന്താ മുതലാളി? ഇവിടെ ഈ ഒരു മറപ്പുരയുണ്ടോ? പ്രായമായ പെൺപിള്ളേരൊക്കെ ഉള്ളതല്ലോ. മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? പാടോ. ഇനി ഒന്നും പേടിക്കണ്ട കേട്ടോ. ചേച്ചിയില്ലേ ഇവിടെ? കുളിക്കാം. അവൾ ഇവിടെയും വന്നിട്ടില്ല. അല്ലയോടെ ഒതുക്കാനെ ഉള്ളതാ. എന്നാൽ വന്നിട്ടുണ്ട്. അങ്ങനെ വേണം കരുതാൻ. അതെവിടെ പോകാനോട് പോകും? അവൾ വരും, തേടി തേടി വരും. മറ്റേ പ്രേതത്തേക്കാണ് ശ്രീകണ്ഠൻ. ഉള്ളതാ. താനൊരു കാര്യം ചെയ്യും, മില്ലിലെ ഭാസിയോടും ശങ്കരനോടും ഈ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് കറങ്ങാൻ പറ. ഒരു കാവൽ. വണ്ടിക്കറി. അല്ല, മഞ്ചമേരിയുമായി സക്കായി മുതലാളിക്ക് എന്താ ബന്ധം? എന്തായാലും അയാളൊരു കാലമടനാ. ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. വേണ്ട, അച്ഛൻ ഇനി അന്വേഷിക്കാനൊന്നും പോണ്ട. ആ നേരാ, അതും ഈ കുഞ്ഞ് തന്നെ അനുഭവിക്കേണ്ടി വരും. അത് വേറെ കാര്യം. എന്തായാലും ആ ഒരു വനവാസത്തിന് ശേഷം മോൾ ആകെ മാറിയിട്ടുണ്ട്, സംസാരത്തിൽ പോലും. ആ മാറ്റം എനിക്കറിയാം ചേച്ചി. എന്നെ കുറിച്ച് ചേച്ചിക്കെന്തറിയാം? ഐ എം നോട്ട് എ നോർമൽ ഗേൾ. പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് എന്തൊക്കെയോ ശക്തിയുണ്ടെന്ന്. എനിക്കറിയാം എനിക്ക് പോകാനുള്ള സ്ഥലം, എൻ്റെ ലക്ഷ്യം എല്ലാം എനിക്കറിയാം. എങ്ങോട്ടൊക്കെ മാറിയാലും മലയെ കുന്നേൽ തറവാട്ടിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകും. തിരിച്ചു പോകണം എനിക്ക്. വേണ്ട വേണ്ട, അയാളുടെ കൈ കിട്ടിയ കൊന്നുകളയും നിന്നെ. ദുഷ്ടനായാള്. ഇല്ലെങ്കിൽ എന്നെ കൊല്ലില്ല. ആര് പറഞ്ഞു? നിന്നെ കൊല്ലാൻ വേണ്ടി അച്ചാരം മാച്ചാനായി പറയുന്നത്. അച്ഛൻ എന്താ ഈ പറയുന്നേ? അച്ഛൻ അലുവിനെ കൊല്ലാൻ ശ്രമിച്ചോ? അന്നാണപ്പുറത്ത് കെട്ടിയത് എന്നെ കൊല്ലാനായിരുന്നു. അല്ലെങ്കിലേ എനിക്കെല്ലാം അറിയാം. അലോന കുഞ്ഞേ, എന്നോട് പൊറുക്കണം കുഞ്ഞേ, എന്നോട് പൊറുക്കണം. സാരില്ലെങ്കിൽ പകരം ശ്രീകല ചേച്ചി എന്നെ രക്ഷിച്ചില്ലേ? അച്ഛ, എന്തൊക്കെയാ രഹസ്യങ്ങൾ? എനിക്കത് അറിയണം. സക്കായി മുതലാളി ഈ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുക. ഒരുപാട് ശക്തിയുള്ള ഒരു കുട്ടിയാണെന്ന് അറിഞ്ഞില്ല. ഇനി മോള് പറയുന്നത് പോലെ എവിടെയാ നിന്നെ കൊണ്ടുവിടേണ്ടത്? ഒരു സക്കായി മാപ്പിളയ്ക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവത്തിന്റെ കുട്ടിയാ നീ. പറ, എവിടെയാ മോളെ വിടേണ്ടത്? സക്കായി മുതലാളിയുടെ വീട്ടിൽ പോണോ? ഞാനൊരു നമ്പർ തരാം, അതിലേക്ക് വിളിച്ചാൽ മതി. സുമാരോ, കട അടയ്ക്കാറായോ സുമാര? ഇന്നിരുന്ന് കടയടക്കാറായ നേരം നോക്കിയാണ് അണ്ണൻ വരുന്നത്. അല്ല സുമാര, അത്യാവശ്യമായിട്ടൊരു ഫോൺ ചെയ്യണമായിരുന്നു. എങ്ങോട്ടാ? ലോക്കലാ? മൊബൈലിലേക്കാ. ആ മോള് വിളിക്ക്. ഒരു കെട്ട് ബീഡി വേണമല്ലോ. എന്താ കിട്ടുന്നില്ലേ? ഞാൻ കറക്കി തരട്ടെ. കൈയെടുക്കടോ. ഞാനൊന്നും ചെയ്തില്ലല്ലോ. എന്ത് വേണം തനിക്ക്? എന്ത് ചോദിച്ചാലും തരുമോ താൻ? സുമാര,
അവന്മാരെ? എനിക്കറിയില്ല. ഡാ, നീ എന്ത് വിചാരിച്ചടാ? പെങ്കൊച്ചിനെ ഇല്ലാതെ കളിയാടാ? നിനക്ക് അറിയില്ലെന്ന്. നിങ്ങൾ പോ. ആനപ്പാപ്പൻ മനോഹരൻ ആരാണെന്ന് കാണിച്ചു തരാടാ ഞാൻ. അല്ല മോളെ, ഇവന്മാരെ അങ്ങനെ വിട്ടാൻ പറ്റില്ല. കാണിച്ചു തരാടാ ഞാൻ. അച്ഛാ, ഇങ്ങോട്ട് വാ, അച്ഛാ. പാപ്പാനും മോളും എന്ന് പറഞ്ഞപ്പോ ഇത്രയും നല്ല മോളാണെന്ന് കരുതിയില്ല. ആ ആലിന്റെ അപ്പുറത്തല്ലേ വീട്, കാണാം, ഇന്ന് തന്നെ കാണാം, അല്ലടോ? ഇത് കാവലാണ് അച്ഛാ. സക്കായി മാപ്പിള ഏർപ്പാടാക്കിയ ഗുണ്ടകളാ. നമ്മളാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ അങ്ങനെ പെരുമാറിയത്. മത ഇളകി വിരളി പൂണ്ട് പരക്കം പായി അയാൾ. മോളിനെ അലനെയും കൊണ്ട് പുറത്തൊന്നും പോണ്ട. കണ്ടാലറിയാത്തൊരു രൂപത്തിൽ സക്കായി മാപ്പിളയുടെ മുന്നിൽ പോയി നിന്നാൽ പോലും ഇതാരാണെന്ന് ചോദിക്കുന്ന രൂപത്തിലായിരിക്കണം ഇനി. എന്താടാ നിനക്കൊക്കെ വേണ്ടേ? കുറച്ച് വെള്ളം വേണം, തരുമോ? ഇവിടെ വെള്ളവും തണ്ണിയൊന്നുമില്ല, ഇറങ്ങി പോയേ. എന്ന് പറഞ്ഞാൽ എങ്ങനെ ആശാനെ? മോളെ വിളിക്കേ, എന്താടാ? മോളെ വിളിക്കാൻ. ഇനി ഇവിടെ വേറെ വല്ല കൊച്ചുങ്ങളും ഉണ്ടോ? ഇറങ്ങി പോടാ വഴിയില്. ചൂടാവാതെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ. ഏ?